അൽഹംദുലില്ലാ, വളരെ സന്തോഷമുള്ള ഒരു കാര്യം, ഇറാന്റെ അത്യുജ്വലമായ ജയം, അമേരിക്ക പിന്തിരിഞ്ഞോടുന്ന ഒരു കാഴ്ച. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ. അൽഹംദുലില്ലാ, വളരെ സന്തോഷമുള്ള ഒരു കാര്യം, ഇറാന്റെ അത്യുജ്വലമായ ജയം, അമേരിക്ക പിന്തിരിഞ്ഞോടുന്ന ഒരു കാഴ്ച. ഇത് ഇറാന്റെ ഈമാന്റെ ശക്തിയാണ്, ഇറാനിലെ ജനങ്ങളുടെ ഈമാന്റെ ശക്തി. ഇസ്രായേലിനെ പോലെയുള്ള, അമേരിക്കയെ പോലെയുള്ള ഒരു അണുവായുധ രാജ്യം വന്നിട്ട് ഒരു മാസത്തിലധികം തുരുതുര ആക്രമണങ്ങൾ നടത്തിയിട്ടും ഒടുവിൽ ഇറാന്റെ ആ ഈമാനിക പവറിന് മുൻപിൽ തോറ്റോടുന്ന ഒരു കാഴ്ച. ഇന്നലെ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞൊരു വാക്കെന്താണെന്നറിയോ? ഇറാനെ മുഴുവനും ചുട്ടരിക്കും, ഇറാനെ മുഴുവനും തകർക്കും, ആ നാഗരികത തന്നെ ഇല്ലാതാവും. അതായത് അണുവായുധം പ്രയോഗിക്കുന്ന അർത്ഥം. ആ രീതിയിൽ ഒരു 8 മണിക്കൂർ നേരത്തെ സമയവും കൊടുത്തു. അതിനുള്ളിൽ ഹോർമുസ് കടലെടുക്ക് തുറന്നില്ലെങ്കിൽ ഇത് മുഴുവനും ഇങ്ങനെ രാജ്യം തന്നെ ലോകത്തുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ആ രീതിയിൽ ആക്രമിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇറാനികളുടെ ഈമാനികമായ ചങ്കൂറ്റം. ഇറാൻ ഒരൊറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഞങ്ങളുടെ വിരലുകൾ തോക്കിൻ്റെ കാഞ്ചിയിലാണ്, ആക്രമിച്ചു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾ ഞങ്ങൾ അശേഷമില്ലാതാക്കും. ഇറാനികളായ ആളുകൾ മുഴുവനും തെരുവിലിറങ്ങിയിട്ട് പാലങ്ങളിലും റോഡുകളിലും റെയിൽവേകളിലും എവിടെയൊക്കെയാണോ ആക്രമണ സാധ്യത അവിടെ മുഴുവനും ജനം തെരുവിലിറങ്ങി. മറ്റു രാജ്യങ്ങളെപ്പോലെ ഭയന്നോടില്ല ചെയ്തത്. ജനം പറഞ്ഞു ഭരണകൂടത്തിനൊപ്പം ഞങ്ങളുണ്ട്. അതിന് മുൻപിൽ ഒടുവിൽ ആ ഒരു സമയപരിധി അവസാനിക്കാൻ 1 മണിക്കൂർ മുൻപ് ഒടുവിൽ ട്രംപിന് പറയേണ്ടി വന്നു. നേരത്തെ കൊടുത്ത 10 നിർദ്ദേശങ്ങളാണ് ഇറാൻ. ഈ 10 നിർദ്ദേശങ്ങൾ പാലിച്ചാൽ ഞങ്ങൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കാം, യുദ്ധം അവസാനിപ്പിക്കാം. ഒടുവിൽ ആ 10 നിർദ്ദേശങ്ങൾ വൈറ്റ് ഹൗസ് അംഗീകരിച്ചുകൊണ്ട് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു 2 ആഴ്ചത്തേക്ക്. സത്യത്തിൽ അമേരിക്ക പേടിച്ചോടിയതാ. ഏത് നിലക്കും മരണത്തെ സ്നേഹിക്കുന്ന ഇറാനികൾ അറബികളെ പോലെ ഭീരുക്കളല്ല, അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ട്രംപ് അവസാനം പറഞ്ഞു, യുദ്ധം ഇവിടെ തൽക്കാലം നിർത്തി, 2 ആഴ്ചത്തേക്ക് ഇനി വെടിനിർത്തലാണ്. ഇറാനികൾ പറഞ്ഞു ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചു. എന്താണ് ഇറാൻ്റെ ആവശ്യങ്ങൾ? ഹോർമുസ് കടലിടുക്കിൻ്റെ അധികാരം ഞങ്ങൾക്ക് തന്നെ, അതിൽ വേറെ ആരും കൈക്കടത്തരുത്. ഞങ്ങൾ ഇനി അതിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ഞങ്ങൾ ടാക്സ് ഈടാക്കും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ തകർന്നു പോയ പാലങ്ങൾ, കെട്ടിടങ്ങൾ, റോഡുകൾ, വീടുകൾ, അതേപോലെ സൈനിക കേന്ദ്രങ്ങൾ എന്നിവയ്ക്കുള്ള നഷ്ടപരിഹാരം നൽകണം. ഞങ്ങൾക്ക് വേണ്ടി പോരാടിയ ഇറാഖിനും ലബനാനിലേക്കുള്ള ആക്രമണങ്ങൾ നിർത്തണം. അങ്ങനെ 10ഓളം നിർദ്ദേശങ്ങൾ. ഇനി ഒരിക്കലും ഞങ്ങളെ ഇങ്ങോട്ട് ആക്രമിക്കാൻ പാടില്ല, ഞങ്ങൾക്കെതിരെയുള്ള ഉപരോധങ്ങൾ അവസാനിപ്പിക്കണം. ഇതുപോലെയുള്ള ഒരിക്കലും വൈറ്റ് ഹൗസ് എന്ന അമേരിക്കക്ക് അംഗീകരിക്കാൻ കഴിയാത്ത നിർദ്ദേശങ്ങളടക്കം അംഗീകരിച്ചിട്ടാണ് ട്രംപ് എന്ത് ചെയ്തത്? വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ഈ യുദ്ധത്തിൻ്റെ വിജയം ഞാൻ പറയുന്നത് ഇറാന്റെ വിജയമാണ്. ആ വിജയത്തിൻ്റെ കാരണം ഇറാന്റെ ആയുധത്തിൻ്റെ ബലം കൊണ്ടല്ല, ഈമാനിക ശക്തി കൊണ്ടാണ്. എൻ്റെ മനസ്സങ്ങനെ പറഞ്ഞത്. 38ഓളം രാജ്യങ്ങളെ അമേരിക്ക ആക്രമിച്ചിട്ടുണ്ട്, അവിടുത്തെ ഭരണാധികാരികളെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇറാനെ പോലെ പിടിച്ചു നിന്നൊരു രാജ്യം വേറെ ഇല്ല. വെനിസ്വേലയിലൊക്കെ കയറിപ്പോയിട്ട് അവരുടെ ഭരണാധികാരികൾ അടക്കം പിടിച്ചുകൊണ്ട് ഇപ്പോൾ എവിടെയെന്ന് പോലും അറിയില്ല. ക്യൂബയിൽ, വിയറ്റ്നാമിൽ, ഏതൊക്കെ രാജ്യങ്ങളിൽ അമേരിക്കയുടെ ആക്രമണങ്ങളും കയ്യേറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവിടെ മുഴുവനും ആ രാജ്യം തകർന്ന ചരിത്രങ്ങളേ ഉള്ളൂ. അവിടെയാണ് 1 മാസം 10-40 ദിവസത്തോളം പോരാടിയിട്ടും ഇറാൻ ഇന്നും ധീരതയോട് കൂടിയിട്ട് ചങ്കൂറ്റത്തോടുകൂടി നിന്നത്. അവർ കരയുദ്ധം പ്ലാനിട്ടു, നടക്കൂല എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വെട്ടി അരിഞ്ഞ് സ്രാവുകൾക്ക് ഇട്ടുകൊടുക്കുന്ന അവിടുത്തെ ഗാർഡുകൾ പറഞ്ഞത്. ആ ഇറാനികളുടെ ആവേശത്തിൻ്റെ ഒരൊറ്റ കരുത്ത് അവരുടെ ആയുധങ്ങളോ മിസൈലുകളോ അല്ലെങ്കിൽ അവരുടെ ഡ്രോണുകളോ ഇതൊന്നുമല്ല, ക്ലസ്റ്റർ ബോംബുകളൊന്നുമല്ല, ഈമാനിക പവർ തന്നെയാണ്. അതിന് മുൻപിൽ ആ മറ്റു രാജ്യങ്ങളൊക്കെ മുട്ടുമടക്കി. ഇന്ന് ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞിരുന്നു, 2 ആഴ്ച കഴിയുമ്പോൾ ട്രംപ് സ്വമേധയാൽ യുദ്ധം അവസാനിപ്പിക്കും. ട്രംപ് പറയും ഞങ്ങൾ വിജയിച്ചു. ഇപ്പോൾ വൈറ്റ് ഹൗസ് പറയും ഞങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞ് ഇത് അവസാനിപ്പിച്ചിട്ട് ഇതോടുകൂടിയിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം നിർത്തും, ഇറാൻ നിർത്തും. അതാണ് വലിയൊരു സംഭവം കേട്ടോ. ഇനി ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ ആക്രമിക്കില്ല. ഇറാൻ പറഞ്ഞത് ഞങ്ങളെ ഇങ്ങോട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾ ഞങ്ങൾ മുച്ചൂടെ മുടിക്കും. അങ്ങനെ മുടിച്ചു കഴിഞ്ഞാൽ ലോകം തകരൂലേ? നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ എവിടെ ഉള്ളത്? ഗൾഫ് നാടുകളിലുള്ളത്. ഇനി ഗൾഫുകാർ അൽഹംദുലില്ലാ, ഗൾഫുകാർക്ക് ഇനിയൊരു ആക്രമണം ഉണ്ടാവില്ല. ഇത് അവസാനിച്ചു.
ഇപ്പോൾ തൽക്കാലം രണ്ടാഴ്ചത്തേക്കുള്ള വെടിനിർത്തലാണെങ്കിലും അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം അതേപോലെ സംഭവിച്ചിരിക്കുന്നു. യുദ്ധം ട്രംപ് സ്വമേധയാൽ നിർത്തും എന്നിട്ട് പറയും ഞങ്ങൾ ജയിച്ചു. ഇനി നോക്കിക്കോ, ഇസ്രയേലുമായിട്ട് ഇറാന് വെറുതെ വിടൂല. ഇത് അമേരിക്കയുമായിട്ട് മാത്രമാണ് ഈ വെടിനിർത്തൽ കരാർ. ഇസ്രയേലിലേക്ക് ഇടക്കിടക്ക് ഡ്രോണുകളും മിസൈലുകളും പോകും. ഇസ്രയേലിനെ വെറുതെ വിടാനുള്ള ഭാവം, കാരണം അവിടുത്തെ ഒരു സെനഗോഗ് അടക്കം, ഇറാനിലെ ജൂത പള്ളി അടക്കമാണ് ഇസ്രയേൽ തകർത്തത്. ഇസ്രയേലിൽ കുട്ടികളാണെന്നോ ആരാധനാ കേന്ദ്രങ്ങളാണെന്നോ സ്കൂളുകളാണെന്നോ ജനവാസ ഇതൊന്നും അവരുടെ ഉള്ളിലില്ല. അവരുടെ തന്നെ മതങ്ങളുടെ ആരാധനാ കേന്ദ്രം ഇറാനിൽ കൊണ്ടുപോയിട്ട് തകർത്ത ടീമാണ് ഈ ജൂതർ. അവരെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ പറഞ്ഞ പോലെ സംഭവിക്കുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഓരോ മിസൈലുകൾ എവിടെ വരും, ഇസ്രയേലിലേക്ക് വീഴും. എന്തായാലും അൽഹംദുലില്ലാ ഈ യുദ്ധത്തിലെ വിജയം സത്യത്തിൽ ഇറാനൊപ്പമാണ്. ഇറാനിനെ സൈനികമായി തകർക്കാം എന്നുള്ളൊരു വ്യാമോഹമായിരുന്നു അമേരിക്കക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ആ വ്യാമോഹം നടന്നില്ല. ഒരു കാര്യത്തിൽ ഇസ്രായേൽ അമേരിക്കയും വിജയിച്ചു. ഫസ്റ്റ് ദിവസം തന്നെ ഇറാന്റെ പരമോ നേതാവ് അയത്തുള്ള ഖമൈനിയെ കൊലപ്പെടുത്തി. പിന്നീട് അവരെ കുറെ സൈനിക മേധാവികളെ കൊലപ്പെടുത്തി. നിലവിലെ ഭരണാധികാരി മുജ്തബ ഖുമൈനി കോമയിലാണ്. ഇതിലൊക്കെ അവർ വിജയിച്ചു. പക്ഷെ ആ വിജയം കൊണ്ടൊക്കെ അവിടെ ഒരു ഭരണമാറ്റം വരുമെന്നും ആ ജനങ്ങൾ ഇളകുമെന്നാണ് കരുതിയത്. പക്ഷെ എവിടെ, ഇറാനികൾ ഒരു പ്രശ്നം വരുമ്പോൾ, അത് നമ്മളും അങ്ങനെ തന്നെയാണ്. ഒരു പ്രശ്നമായിട്ട് കോവിഡ് കാലത്ത് അങ്ങനെ ഇരുന്നല്ലോ. കോവിഡ് സമയത്ത് ഒരു പ്രശ്നമാണ്, സർക്കാരിനൊപ്പം നിന്നു. പിന്നെ വന്ന് തെരഞ്ഞെടുപ്പിൽ നമ്മൾ എന്താ ചെയ്തത്, വീണ്ടും നമ്മൾ ഇടതിന് തന്നെ കുത്തിയിട്ട് ഇടത് വീണ്ടും വന്നു. ഇങ്ങനെ ഇത് ആളുകളുടെ ഒരു മാനസികാവസ്ഥയാണ്. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആ സർക്കാരിനൊപ്പം നിൽക്കും. ഇവിടെ ആ ജനം മുഴുവനും ഇറാനൊപ്പം നിന്നു. ജനങ്ങൾ മുഴുവനും തെരുവിലിറങ്ങില്ല. ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ജനം തെരുവിലിറങ്ങി ആഹ്ലാദ നൃത്തം ചവിട്ടാൻ. ബഗ്ദാദിൽ, ഇവിടെ ഒക്കെ ജനങ്ങൾ ആഹ്ലാദിക്കാൻ. ലെബനാനിൽ, കാരണം ഈ ആക്രമണങ്ങളൊക്കെ നിർത്താൻ പോവാൻ. ഇത് ഇറാന്റെ സമ്പൂർണ്ണ വിജയമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനി നിങ്ങൾ പറ, ഇത്രയും സൈനിക ശക്തരായ അണുവായുധം കൊണ്ട് ഇറാനെ തകർക്കാൻ വേണ്ടി മണിക്കൂറുകൾ സമയം കൊടുത്ത ട്രംപിന് മുൻപിൽ എവിടെ നിന്നാണ് ആ തോന്നലുണ്ടായത്? അള്ളാഹുവിൻ്റെ ഒരു തോന്നിപ്പിക്കൽ, ട്രംപെ നിർത്തിക്കോ എന്നൊരു തോന്നൽ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാകും. ലോകം മുഴുവനും നിനക്കെതിരെ തിരിയും. കാരണം നീയൊരു യജൂജോ മാജൂജോ ദജ്ജാലോ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവും. അതോടുകൂടി ട്രംപ് അങ്ങനെ തീരുമാനിച്ചു. ഒരു രാജ്യങ്ങളെ തകർക്കുന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും ഒരാളും പ്രതികരിക്കണില്ല. ഒരു രാജ്യത്തെ ഭരണാധികാരി വേറെ രാജ്യത്തിന് ഇല്ലാതാക്കുക എന്ന് പരസ്യമായിട്ട് പറയാ. മുപ്പരിപ്പോൾ പുതിയ തീരുമാനം, ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ വെനിസ്വലൻ പ്രസിഡന്റ് ആവാൻ പോവാണ്, അതിന് വേണ്ടി ഞാൻ ആ ഭാഷ പഠിക്കാൻ പോവാണെന്നുള്ളത്. ഇപ്പം ഇയാൾക്ക് എന്തോ കാര്യമായിട്ട് സൂക്കടില്ലേ? ഇങ്ങനത്തെ ഒരു ഭ്രാന്തൻ ഭരണാധികാരി അണുവായുധം പ്രയോഗിക്കുന്ന ഉറപ്പല്ലേ? പക്ഷെ അവിടെ നിന്നും രക്ഷിച്ചത് ഇറാനികളുടെ ഈമാനികമായ ധൈര്യമാണ്. ആ ഈമാൻ ഉണ്ടാക്കുന്ന ഒരു ധൈര്യമുണ്ട്. ആയുധബലം കൊണ്ടാണെങ്കിൽ അത് ഇസ്രയേലിൽ ഉണ്ടാവണം, ആയുധബലം കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടാണ് അത് അമേരിക്കക്ക് ഉണ്ടാവണം. പക്ഷെ ഇവർ രണ്ടുപേരും തോറ്റോടിയത് ആർക്കും കിട്ടാത്തൊരു സാധനമാണ്. അത് ഉള്ളിൽ ഈമാന് കൊണ്ട് കിട്ടുന്ന ഒരു ഈമാനിക പവറുണ്ട്. അതാണ് ഇറാൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഇറാനികൾ എന്ന് പറഞ്ഞാൽ അറബികളെ പോലെ ഷണ്ടന്മാരായി മാറിയ വർഗമല്ല. എല്ലാ അറബികളും ഇങ്ങനെയല്ല. പല അറബികളും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഷണ്ടന്മാരായിട്ട് മാറി കീഴൊതുങ്ങി ജീവിക്കുക. പക്ഷെ ഇറാനികൾ എനിക്ക് കിട്ടൂല. ഇറാനികളുടെ ആർജവം കണ്ടില്ലേ? അവർ മുട്ടുമടക്കാൻ തയ്യാറായില്ല. ഏത് നിമിഷമാണോ ഈ കരാറുകൾ ലംഘിച്ചെങ്കിൽ യുദ്ധം ഞങ്ങൾ തുടങ്ങുന്ന പറഞ്ഞ് ഇപ്പോൾ അതാ ഹോർമുസ് കടലിടുക്കൊക്കെ തുറന്നു കൊടുക്കുന്നു. ഇതിനു വേണ്ടി എന്തൊക്കെ പറഞ്ഞു? ബഹ്റൈനിൽ ഐക്യരാഷ്ട്രസഭയുടെ മീറ്റിംഗ് ചേർന്നു. ഏത് വിധേനയും ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്യിക്കണം എന്ന് പറഞ്ഞപ്പോൾ റഷ്യ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. റഷ്യയും ചൈനയും അപ്പോൾ ഇറാൻ്റെ കൂടെ നിന്നു. അതാണ് ഇറാൻ്റെ വിജയം. നയതന്ത്രത്തിലും ആയുധബലത്തിലും ഈമാനിലും 3 രീതിയിലും കരുത്ത് കാട്ടിയ രാജ്യം, ലോകത്ത് അമേരിക്കയെ മുട്ടുവിറപ്പിച്ച, അമേരിക്കയെ മുട്ടുകുത്തിച്ചൊരു രാജ്യം അത് ഇറാനേ ഉള്ളൂ. ഒരു രാജ്യങ്ങളിലും അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ മറ്റു രാജ്യങ്ങൾ തകർക്കപ്പെട്ടിട്ടില്ല, സ്വയം തകർന്നു പോന്നിട്ടുണ്ട്. അവിടെയും ഇറാൻ വിജയിച്ചു. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ വിജയി ആരാണ്? തീർച്ചയായിട്ടും ഇറാനാണ്. എന്തായാലും വലിയ സന്തോഷം. ഗൾഫ് രാജ്യങ്ങളൊക്കെ സുരക്ഷിതമായി ഇനി അവിടെയുള്ളത് പഴയതുപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് വരട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക. എന്തായാലും കേൾക്കുന്ന വാർത്ത സന്തോഷമുള്ള വാർത്തയാണ്. യുദ്ധം അവസാനിപ്പിക്കുന്നുള്ളത്. ഇപ്പോൾ ഈ താൽക്കാലിക വെടിനിർത്തലാണെങ്കിലും അതങ്ങോട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു യുദ്ധവിരാമമായിട്ട് മാറും. ഈ യുദ്ധത്തിൻ്റെ യഥാർത്ഥ വിജയി ഇറാനാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ തെരഞ്ഞെടുപ്പാണ്. നാളെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഓരോ സ്ഥാനാർത്ഥികളുണ്ടാവും. പ്രധാനമായും 2 സ്ഥാനാർത്ഥികളും, ഇടത് സ്ഥാനാർത്ഥി, വലത് സ്ഥാനാർത്ഥി, NDA, അങ്ങനെ 3 രീതിയിലൊക്കെയാണ് സ്ഥാനാർത്ഥികൾ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ സ്ഥാനാർത്ഥികൾ, ഒരു പ്രധാനപ്പെട്ട 2 സ്ഥാനാർത്ഥികളെ പറയാം, ഇടതിൻ്റെയോ വലതിൻ്റെയോ. ഇനി അവിടെ നിങ്ങളുടെ നാട്ടിൽ NDA ആണോ പ്രധാനമെങ്കിൽ NDA പറയാം. കാരണം നിങ്ങൾ പല മേഖലകളിലുള്ള ആളുകളായിരിക്കുമല്ലോ.
അപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള 2 സ്ഥാനാർത്ഥികൾ വലത്, ഇപ്പോൾ എൻ്റെ നാട്ടിലാണെങ്കിൽ UDF നൗഷാദ് അലി, ഇടതുപക്ഷത്തിന് അഡ്വക്കേറ്റ് സക്കീർ, ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ നാട്ടിലെ പ്രധാന 2 സ്ഥാനാർത്ഥികളുടെ പേരാണ്. അപ്പോൾ ഏതൊക്കെ മണ്ഡലത്തിലുള്ളവർ, ഏതൊക്കെ സ്ഥാനാർത്ഥികളുടെ നാട്ടിലുള്ളവരാണ് ഈ വീഡിയോ കാണുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ നാട്ടിലുള്ള 2 സ്ഥാനാർത്ഥികളെ, പ്രധാനപ്പെട്ട 2 സ്ഥാനാർത്ഥികളുടെ പേരാണ്. പാർട്ടി ഒന്നും ചെയ്യണമെന്നില്ല കേട്ടോ, UDF ആണ്. ഇപ്പോൾ അങ്ങനെ എഴുതിയോണ്ട് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഞാൻ പറഞ്ഞു, ഇവിടെ UDF നൗഷാദ് അലി, ഇടതുപക്ഷത്തിന് അഡ്വക്കേറ്റ് MK സക്കീർ, ഇങ്ങനെ 2 പേരാണ് മത്സരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മണ്ഡലത്തിലുള്ള സ്ഥാനാർത്ഥികളുടെ പേര്, 2 സ്ഥാനാർത്ഥികളുടെ പേര് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.